നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. കായംകുളം MLA യു പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെ 9 പേരെ കഞ്ചാവ് ഉപയോഗിച്ചതിന് എക്സൈസ് പിടികൂടി. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. കഞ്ചാവ് കൈവശം വെച്ചതിനും കനിവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കഞ്ചാവ് ഉപയോഗിച്ചതിനുമാണ് എക്സൈസ് കേസെടുത്തത്. എന്ത് പ്രഹസനമാണ് സജി. എന്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവര് എന്തെങ്കിലും സ്വാഭാവികമായിട്ടും മട്ടം കൂടി ഇരിക്കുന്നപ്പോ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ എന്തോ കൊടുത്തതായിരുന്നു. എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണും. പക്ഷെ ഏഷ്യാനെറ്റും 24ഉം തിരുത്തേണ്ട ഒരു കാര്യം പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. അല്ല, ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാ. MLAയുടെ മകനെന്ന് തന്നെയാണ് എഴുതുന്നത്. അപ്പൊ അവിടെയും MLA ആണ്. MLAയുടെ ആ ഒരു ബ്ലഡിനുള്ള ഒരു ടേസ്റ്റ് ആണ് 24ഉം ഏഷ്യാനെറ്റും കാണിച്ചത്. എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചൊരു വാർത്തയാണ്. മാധ്യമധർമ്മം ഇങ്ങനെയൊന്നും ആവരുത്. ഇതിലെന്ത് സന്തോഷം ആൾക്കാർക്ക് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ അമ്മപ്പെടുത്ത ആളൊരു ഇത് മാത്രമായിരിക്കും ഇത്. പക്ഷെ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല, ഇങ്ങനെ സാധനം ഇത് കിട്ടിയിട്ടില്ല. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് എന്റെ വീട്ടിൽ കാണത്തുമില്ല. അത്ര നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി വയസ്സ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്നതിനൊക്കെ ചിലപ്പം ചിലർക്കെങ്കിലും സുഖം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? കനിവിനെ 9ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. FIRന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു. എവിടെ വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് എന്റെ വീട്ടിൽ കാണത്തുമില്ല. അത്ര നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി വയസ്സ്. വളരെ സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. കഞ്ചാവ് കേസിൽ മകൻ പ്രതിയല്ലെന്ന യു പ്രതിഭ MLAയുടെ വാദം പൊളിയുന്നു. മകൻ കനിവിനെ 9ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.